രൂപ 100 രൂപ 100 രൂപ 150 രൂപ 150 രൂപ 180 രൂപ മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വെമ്പഴ പള്ളിയുടെ അവിടെയാണ് കേട്ടോ. വെമ്പഴ പള്ളിയുടെ ഇവിടുത്തെ തൊട്ടപ്പുറത്തുള്ള ഒരു ലേലക്കടവുണ്ട്. ആ ലേലക്കടവിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ലേലക്കടവിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു ലൈക്ക് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ലൈക്കാണ് നമുക്കുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അതിൻ്റെ അകത്ത് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ നിന്ന സ്ഥലമാണ് ഈ കണ്ടത്. ഇത് കണ്ടോ, ബാക്കിലോട്ട് നോക്കിയതുകൊണ്ട് അവിടോട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് ഭാഗത്ത് കാണാൻ നല്ല അടിപൊളി രസമുള്ള സ്ഥലം. അപ്പോൾ ഞാനത് അവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ശരിക്കും വെമ്പഴ പള്ളിയിലെ അടുത്ത് കാണപ്പെടുന്ന ഈ ഒരു കടവും വെമ്പഴ പള്ളി ഈ തൊട്ടടുത്തുള്ള തോടും ഒക്കെ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടനാടിനെ തോപ്പിക്കുന്ന രീതിയിലുള്ള ഭംഗി നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഈ ആലപ്പുഴയുടെ ഉള്ളേരിയ കിടക്കുന്നതുകൊണ്ട് ചിലപ്പം അറിയപ്പെടാതെ പോകുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ലേലം നടത്തുന്ന ഒരു കടവ് കൂടിയാണിത്. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോവാം. അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ അങ്ങോട്ടുള്ള സ്ഥലവും അതിൻ്റെ സമയങ്ങളും ഒക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. രാവിലെ മീനുകളൊക്കെ കൊണ്ട് വള്ളക്കാരിങ്ങനെ നിരത്തി തുടങ്ങി കേട്ടോ. ലേലം വിളിക്കാനുള്ളവരും കൂടാതെ ഫിഷ് വാങ്ങിക്കാൻ വന്നവരും ഒക്കെ ആയിട്ടും വള്ളക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ലേലക്കടവിൽ തിരക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ വള്ളക്കാർ പണിക്ക് പോയില്ല എന്ന് പറയുന്നുണ്ട്. ചിലർക്ക് പോയവർ വലയിൽ നന്ദൻ എന്ന് പറയുന്ന മീനുകൾ ധാരാളമായി കുടുങ്ങി, അതുമൂലം അവർക്ക് പണി നടന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ആ മീൻ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം അഴിച്ചു മാറ്റാൻ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. അപ്പോൾ ഒത്തിരി കാഴ്ചകൾ, അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ലേലം വിളിയുടെയും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. ഇപ്പോൾ നമ്മൾ നിന്നപ്പോഴത്തേക്ക് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 400 രൂപ 3 വിളി, 400 രൂപ 400 പുഷ്പ എന്നുകൊണ്ട് എന്തായാലും ജോലി ഉണ്ടാക്കാൻ 850 രൂപ വിളിച്ചു. 1000 രൂപ 1000 രൂപ 1000 രൂപ 1050 രൂപ 100 രൂപ 100 രൂപ 1100 രൂപ 150 രൂപ 150 രൂപ 180 രൂപ 200 രൂപ 200 രൂപ 200 രൂപ 200 രൂപ 1200 രൂപ 1200 രൂപ 3 വിളി 50 രൂപ 250 രൂപ 300 രൂപ 1300 രൂപ 1300 രൂപ 1300 രൂപ 3 വിളി 50 രൂപ 350 രൂപ 400 രൂപ 1400 രൂപ 1400 രൂപ 1400 രൂപ 3 വിളി 1400 രൂപ 1400 800 രൂപ വിളിച്ചു. 800 രൂപ 810 രൂപ 810 രൂപ 850 രൂപ 860 രൂപ 90 രൂപ 900 രൂപ 910 രൂപ 940 രൂപ 940 രൂപ 950 രൂപ 960 രൂപ 90 രൂപ 990 രൂപ 1000 രൂപ 1000 രൂപ 1050 രൂപ 100 രൂപ 150 രൂപ 150 രൂപ 150 രൂപ 3 വിളി 200 രൂപ 1200 രൂപ 1200 രൂപ 1200 രൂപ 3 വിളി 1200 രൂപ 1200 പുഷ്പ 860 രൂപ 70 രൂപ 770 രൂപ 780 രൂപ 780 രൂപ 800 രൂപ 810 രൂപ 810 രൂപ 810 രൂപ 810 രൂപ 3 വിളി 810 രൂപ 810 മേരിക്കുട്ടി ഓമ ഓമ രണ്ടും കൂടെ 900 രൂപ വിളിച്ചു. 900 രൂപ 900 രൂപ 910 രൂപ 910 രൂപ 910 രൂപ 20 രൂപ 20 രൂപ 50 രൂപ
960 രൂപ, 70 രൂപ, 1000 രൂപ, 1050 രൂപ, 1050 രൂപ, 1050 രൂപ, 1050 രൂപ 3 വിളി, 1050 രൂപ, 1050 സണ്ണി, സണ്ണിക്കുട്ടി എബ്രഹാം. അവിടാണ് കളി. 250 രൂപ വിളിച്ചു, 250 രൂപ, 260 രൂപ, 300 രൂപ, 300 രൂപ, 310 രൂപ, 310 രൂപ, 20 രൂപ, 320 രൂപ, 350 രൂപ, 350 രൂപ, 60 രൂപ, 360 രൂപ, 380 380 രൂപ, 380 രൂപ, 380 രൂപ 3 വിളി, 390 രൂപ, 390 രൂപ, 400 രൂപ, 410 രൂപ, 420 രൂപ, 430 രൂപ, 430 രൂപ, 430 രൂപ 3 വിളി, 440 2 പേര്, 450 രൂപ, 450 രൂപ 3 വിളി, 450 രൂപ, 450 സോമൻ, ഒരു വെള്ളം മീനുണ്ട്, ഒരു വെള്ളം നിറച്ച വെള്ളം. നീ എങ്ങോട്ടാ ഇവിടെ തരുവോ? അല്ല അവിടുത്തെ എടുത്തു നേരത്തെ ആദ്യം പുഷ്പ എന്ന് പറയുന്ന ചേച്ചി വിളിച്ചെടുത്ത മീനുകളായി കാണുന്നത് കേട്ടോ. 2 ബക്കറ്റ് നിറയെ മീനുകൾ. ചേട്ടാ നമസ്കാരം. നമുക്ക് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പേരും ഈ സ്ഥലത്തോട്ട് വരേണ്ട ലൊക്കേഷനും അതേപോലെ ഈ സ്ഥലത്തോട്ട് എങ്ങനെയാണ് എത്തേണ്ടതെന്നും ഇവിടുത്തെ സമയവും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അറിയിക്കാൻ വേണ്ടി. നമ്മളൊരു ഫിഷിൻ്റെ ചാനലാണ്, മീനിൻ്റെ മാത്രമായിട്ടുള്ളൊരു ചാനലാണ്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയൂ, ഈ സ്ഥലത്തിൻ്റെ പേരും ഇവിടോട്ട് എത്തേണ്ട സ്ഥലവും വഴികളും ഒക്കെയാണ്. ഇത് കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ വെമ്പുഴ. കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ. കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് എങ്ങോട്ടാണ് ഇത് വരുന്നത്? കാർത്തികപ്പള്ളി ജംഗ്ഷൻ ഇത് സെന്റ് തോമസ് സ്കൂളിൻ്റെ അതിലെ ഇങ്ങോട്ട് റോഡാണ്. അതായത് പടിഞ്ഞാട്ടാണോ? പടിഞ്ഞോട്ട് വന്ന് പാലത്തിന്റെ ഇറക്കം ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരും. 2.5 കിലോമീറ്റർ വെമ്പുഴ പള്ളി. ഇവിടെ എത്ര മണിയാകുമ്പോഴത്തേക്ക് ലേലം ഇവിടെ 5:30 മണിക്ക്. 5:30 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ പണ്ട് തൊട്ടേ ഉള്ള ലേലക്കടവ് തന്നെ, പണ്ട് പുരാനുള്ള കാലം വരെയുള്ള ലേലക്കടവാണല്ലേ. ഇവിടെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന? ഇവിടെ 5:30 മണിക്ക്. 5:30 മണി. ഇവിടെ കിട്ടുന്ന മീനുകളുടെയൊക്കെ ഒന്ന് ലഭ്യത എങ്ങനെയൊക്കെയാണ്? ഇവിടെ മീൻ ലഭ്യത ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പം പോയാൽ അവർക്ക് ചായ കുടിക്കാൻ പോലും ഉള്ള പൈസ കിട്ടാത്ത സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ വന്ന് വാങ്ങിക്കുന്നവർക്ക് നല്ല ലാഭമുണ്ട് അല്ലേ? ലാഭമുണ്ട്. അപ്പം വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമുക്ക് ഇവിടെ എന്തൊക്കെ മീനുകളാണ് കിട്ടുന്നതെന്ന് പറയും? ഇവിടെ കരിമീൻ, കണമ്പ്, പ്രാച്ചി, കൊഞ്ച് ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പം ഇതൊന്നും കാണാറില്ല. വളരെ അപൂർവമാണ്. ശകലിക്കേ ഉള്ളൂ. സാധനം കുറവാണ്, വളരെ കുറവാണ്. ഇവിടെ എങ്ങനെ സാധനം ഇവിടെ കടവായിട്ടൊന്നും കാണുന്നില്ല. മറ്റേ വള്ളമൊക്കെ എങ്ങനെ അപ്പുറത്ത് വന്നിട്ട് വെള്ളം ഇവിടെ ബാക്ക് വശം എടുക്കും. ഇതിന്റെ ബാക്കില് കടവ് പോലെ ഉണ്ടല്ലേ? ഈ പണി മോശം കാരണം വെള്ളക്കാരങ്ങനെ പോകാറില്ല. മഴയുടെ ഒക്കെ ഉള്ള ഒരു അവസ്ഥ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് മിക്കവാറും വെള്ളക്കാരൊന്നും പോയി ഇങ്ങനെ 1-2 വെള്ളം യാദൃശ്യമായിട്ട് പോകുന്നതേ ഉള്ളൂ. അത്ര പണി മോശമാണ്. അല്ലാത്ത സമയത്ത് ഓൾറെഡി നല്ല സീസൺ സമയത്ത് എന്നാ സാധാരണ എല്ലാ വർഷവും ഈ സമയത്ത് സീസണാണ്. പക്ഷെ ഈ വർഷം അതില്ല. മഴയുടെ പ്രശ്നമുണ്ടല്ലേ ഈ വർഷം? പൊതുവെ വെള്ളക്കാർക്ക് ഇവിടെ ഞാൻ ഇപ്പൊ ദൂരെ നിന്നൊരു ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഇവിടെ അടുത്തിപ്പോ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലേലക്കട ഇവിടെയാണ്. അപ്പൊ ഇവിടെ വന്ന് സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര മണിയാകുമ്പോൾ എത്തണം, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും? ഇവിടെ 5 മണിക്ക് എത്തിയാൽ മതി. 5 മണിക്ക് ഇവിടെ എത്തണം അല്ലേ? ഇവിടുത്തെ ഇപ്പം ദൂരോട്ടുള്ള ഇപ്പം മാവേലിക്കര, പത്തനംതിട്ട ആ കായങ്ങളുള്ള ഭാഗത്തുള്ളവരൊക്കെ ചിലർ തേടി പിടിച്ചു വന്നിട്ടുണ്ട്. പത്തനംതിട്ടയൊക്കെ ഉള്ളവർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തെ വീഡിയോ പിള്ളക്കടവിലൊക്കെ തേടി വന്നൊരു സമയങ്ങളുണ്ട്. അപ്പം അവിടെ ലേലം വളരെ കുറവാണ്. അപ്പം നമുക്ക് ഇപ്പം നിങ്ങളുടെ നമ്പർ ഒന്ന് പറയുമോ? കാരണം അവർക്കൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരണമെങ്കിലോ കാര്യങ്ങളോ ഒന്ന് പറഞ്ഞേക്കോ. 9947573145. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്ക്. 9947573145. നിങ്ങളെല്ലാം ഈ കടവിലെ സ്ഥിരം ആൾക്കാരാണ്? ഞങ്ങൾ 360 ദിവസം ഇവിടെ ഉണ്ട്. 360 ദിവസം ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഞായറാഴ്ച വെച്ച് എല്ലാ ദിവസവും ഉണ്ട്. ഞായറാഴ്ച മാത്രം കാണത്തില്ല. ഞായറാഴ്ച ഇവിടെ ഇല്ലല്ലേ? ഞായറാഴ്ച ഈ കടവിന്റെ പേര് പറഞ്ഞില്ല? വെമ്പുഴക്കടവ്. ഏത്? ചർച്ചാണ് കാണുന്നത് വെമ്പുഴ പള്ളിയല്ലേ? അത് ശരി. അവിടെ കാണുന്നത് വെമ്പുഴ പള്ളിയാണ്. പള്ളിയുടെ കീഴിലുള്ള കടവാണ്. ഓ അത് ശരി. ഓക്കെ. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ചൂളത്തെരുവ് കടവും? പള്ളിയുടെ കീഴിലുള്ള ചൂളത്തെരുവിന്റെ അല്ലേ?
നേരം പുലർന്നു വന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞ ആ നാടിൻ്റെ ഭംഗിയൊക്കെ അറിയാൻ തുടങ്ങി. ഈ കോരുവലയും വീശുവലയും എന്ന് പറയുന്നില്ല, അതെന്താ സംഭവം? വീശുവല എന്ന് പറയുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഈ 6.5 മുഴം 7 മുഴം 8 മുഴം നീളത്തിലുള്ള വലയാണ്. കോരുവല എന്ന് പറയുമ്പോൾ 65-70 മാറ് നീളം, 6.5-6.25 മാറ് ഇറക്കം. അതാണ് കോരുവല. അത് രണ്ടിലും അത് 3 ആളാണ് പോകുന്നത്. 3 ആള്. അപ്പൊ അതിന് നല്ല മീനുകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന അപ്പം ഈ കോരുവല്ലായിരിക്കും. കോരുവല്ലാണ് കിട്ടുന്നത്, കാരണം നീളത്തിൽ ഒത്തിരി ഇടുന്നുണ്ട്. ഇത് ഇവിടെയാണല്ലേ വള്ളം വന്നെടുക്കുന്നത്? നമ്മൾ ആ ഇരുട്ടത്ത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ക്ലിയർ ആയി. വെള്ളം കുറവായത് തന്നെയാണ് വെള്ളം ഇങ്ങോട്ട് വരാത്തത്. അങ്ങോട്ട് ഇതിപ്പോ കായംകുളം കായലാണ്. കായംകുളം കായലിന്റെ ഒരു ഭാഗം. കായംകുളം കായലിലെ മീനിന് ടേസ്റ്റ് കൂടുതലാണെന്ന് പറയുന്നല്ലേ? ഫസ്റ്റ് ക്വാളിറ്റി മീൻ കായംകുളം കായലിലെ മീനാണ്. അത് ശരിയാ. എല്ലാരും കായംകുളം കായലിന്റെ മീന് എപ്പോഴും ഭയങ്കര പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടം. നല്ല ഡിമാൻഡുള്ള മീനാണ്. ഐസിടാത്ത, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഐസിടാത്ത ഫ്രഷ് മീനാണ് കിട്ടുന്നത് അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ വന്ന ഐസിടാത്ത ഫ്രഷ് നല്ല മീൻ നോക്കി മേടിക്കാം അല്ലേ? മറ്റ് കച്ചവടക്കാരെക്കാട്ടിലും കൂടുതൽ ലാഭമായിട്ട് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുമല്ലേ? സാധാരണക്കാരനൊക്കെ വന്നു കഴിഞ്ഞാൽ ലേലം വിളിച്ചെടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും. അങ്ങനെ വേറെ പാസ്പോർട്ട് ടിക്കറ്റ് അങ്ങനൊന്നും ഇല്ല. നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാസും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നേരെ വന്നാൽ ലേലം വിളിച്ചെടുക്കാം അല്ലേ? എന്തായാലും ഇതുള്ളല്ലോ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഒരു കുട്ടനാട് സ്റ്റൈല് അല്ലേ? ഇത് ഇതായാലും ഒരു സൈസ് പൂ പിടിക്കും. ആ പൂടെ പിടിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ പ്രത്യേക നല്ല ഭംഗിയല്ലേ? ഏത് ഈ പായലുകളല്ലേ? ഈ പായല. ഓ അത് ശരി. അപ്പൊ പിന്നെ വള്ളം ആ സമയത്ത് ഇങ്ങോട്ട് കയറി വരുമോ? ഈ പായലിൽ കൂടാണ് ഇപ്പൊ ഇത് കയറി വന്നേക്കുന്നത്? തെള്ളി മാറ്റും. വെള്ളപ്പറ്റ് കാരണം കുറച്ച് കിടക്കുക. ഓ അത് ശരി. വെള്ളം കുറവായതുകൊണ്ടാണ് ഇപ്പൊ ഈ വള്ളം ഇങ്ങോട്ട് അടുക്കാത്ത അല്ലേ? ഓ നമ്മളിപ്പോൾ ലേലം വിളിച്ച കടവ് തണ്ട് ഇതാണ്. ഇപ്പം ഈ കണ്ട ബിൽഡിംഗ് ഇവിടെയൊക്കെയാണ്. പക്ഷേ ഇരുട്ടത്ത് നമ്മൾ കണ്ടപ്പോഴത്തേക്കൊന്നും മനസ്സിലായില്ലായിരുന്നു സത്യം പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്ത് ഇവിടോട്ട് വള്ളം എങ്ങനെയാണ്, ഇവിടെ കടവില്ലാതെ എങ്ങനെയാണ് ഇവിടെ ലേലം നടത്തുന്ന ഒരു സിറ്റുവേഷൻ ചോദിച്ചായിരുന്നു. ഇത് കോരുവല കേട്ടോ. കോരുവല നീട്ടുവല എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണോ അതോ വേറെയാണല്ലേ? ഓ അത് ശരി. ഇത് എത്ര ഇത് നീളം ഉണ്ടാവും ഇതിന്? ഇത് ഏതാണ്ട് 140 മീറ്ററോളം നീളം ഉണ്ടാവും അല്ലേ? ശരിക്കും 2-3 പേര് നിന്ന് കറക്റ്റായിട്ട് ഇടണം അല്ലേ? ചെറിയ കണ്ണികളല്ലേ? 22 മില്ലി. 22 മില്ലി. അത്യാവശ്യം ഒരുവിധം ചെറുത് തൊട്ടല്ല ഇതും. ഇത് ചെറുതൊന്നും കിട്ടത്തില്ല. ചെറുതായിട്ട് കിട്ടുന്ന നന്ദൻ എന്ന് പറയുന്ന സാധനമുണ്ട്. നന്ദൻ ബുദ്ധിമുട്ടാ. ഓ അത് ശരി. അവിടെ ഒരു ദിവസം പണി പോയി. 10:30 ആയപ്പോഴത്തേക്ക് കൊണ്ടുപോയി. ആ വരെ ആയില്ല കുടയെന്ന്. ഓ അത് ശരി. ഇന്നലെ രാത്രി 10:30 കിട്ട സാധനമാണോ? നന്ദൻ കയറി കഴിഞ്ഞാൽ വേറെ മീനുകളോ? വേറെ മീനൊന്നും കിട്ടില്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. വളരെ അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. ആണോ? അത് കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണോ? അല്ലല്ലോ. അതെന്താ ഓ അത് ശരി. കയറി ഉടക്കും എല്ലായിടും അല്ലേ? എന്തുപോലെ അതും കൂടെ കണ്ടിട്ട് വരാം. നന്ദൻ കയറി കൊടുങ്ങി അല്ലേ? ഇത് കഴിക്കുന്ന മീൻ തന്നെയാണോ? ഓ അത് ശരി. ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളകി വരാൻ കുറച്ച് പാടല്ലേ? ആ ശരി. ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു അപ്പുറത്തുകാര് 10:30 ആയപ്പോഴത്തേക്ക് ഇട്ടതാണ്, ഇന്നത്തെ ദിവസം പോയി നിങ്ങളുടെ എന്നൊക്കെ. അതാ ഞാൻ ചോദിച്ചേ. അത് ശരി. ഓ അത് ശരി. ഈ രാത്രി 11 മണി ആയപ്പോഴോ? ഓ അത് ശരി. നിങ്ങളിത് കണ്ടോണ്ട് വല എടുത്തതാണോ അതോ ആയോന്ന്? ശരിക്കും രാത്രി 11 മണി 12 മണി ആകുമ്പോൾ ഇവിടെ വരാറുണ്ടോ സാധാരണയൊക്കെ?
നിങ്ങളിപ്പോൾ ഈ 12 മണി 1 മണി 2 മണിയാകുമ്പോൾ വരുമെന്ന് പറയുന്നുണ്ടല്ലോ, ആ സമയത്ത് ഈ ആരെങ്കിലും വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ കൊടുക്കോ? ഇവിടെ ഈ അമ്പലശ്ശേരി കടവിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വള്ളം എടുക്കുന്ന ഇപ്പോൾ ഇവിടെ അല്ലേ. ഈ കിടക്കുന്ന കടവിൽ 2 മണിക്കുള്ളിലാണ് ഇവർ വരുന്നത്. 11 മണിക്ക് to 2 മണി അല്ലേ. അതിനിടയിൽ ഇവർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ വന്ന് നേരിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം കേട്ടോ. പകലുണ്ടോ? പകലപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ? 10 മണിക്കുള്ളിൽ എന്തായാലും ഇവിടെ വരും. എത്ര മണി തൊട്ടായിരിക്കും നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്തുന്നത്? ഈ സമയമല്ല, അതായത് 8 മണി 7 മണി 8 മണി തൊട്ട് ഇവിടെ ഉണ്ടാവും അല്ലേ. ഓ, മൊത്തം നന്ദം കയറി ഇതായേക്കും അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടനാടിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സൗന്ദര്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. ഈ ഒരു ലൊക്കേഷനൊക്കെ കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നിവർന്ന് കിടക്കുന്നുണ്ട് ഇവിടോട്ടുള്ള കാഴ്ചകൾ. അപ്പം നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.